ഹായ് ഫ്രണ്ട്സ്, ദിവ്യ ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം ചിക്കൻ, അതുപോലെ തന്നെ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണിത്, ബ്രെഡ് ക്രംസ്, മീഡിയം വലിപ്പത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഒരു മുട്ട, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണിത്, ഉപ്പ് പൊടി, ഇതാണ് ഇതിന് ആവശ്യമായവ. ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന 100 ഗ്രാം ചിക്കൻ എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് കുരുമുളക് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് അതിൽ നിന്ന് ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ഒരു നുള്ളു ഉപ്പ്, നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മുടെ സിമ്മിൽ ഒരടി എന്ന രീതിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുപോലെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം എന്താ നമ്മൾ വേവിക്കാൻ വെച്ചേക്കുന്ന ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസിൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് കാരണം ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തേക്കുന്ന ചിക്കനാണ്. ഇത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാൻ നമുക്കിത് അടുപ്പത്ത് വെക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ. ഞാൻ 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഈ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കിടന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂക്കണനുസരിച്ചായിരിക്കും നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് നല്ല അടിപൊളിയാവുന്നത്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു സവോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സവോളയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴന്ന് നമുക്ക് കിട്ടണം. ഇതിനൊരു ചെറിയൊരു കളർ കിട്ടണം. അതുവരെ നമ്മളിങ്ങനെ ഇതൊരു മൂത്ത് വന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
സവോള ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന 2 പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി അതിൽ കിടന്ന് നന്നായിട്ട് മൂക്കട്ടെ. നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇതും കൂടി കിടന്ന് ഇതിലേക്ക് നന്നായിട്ട് കിടന്ന് മൂക്കാം. കണ്ടോ, സവോള നന്നായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ തന്നെ ഇത്രയും ഒരു പാകത്തിനുള്ള മൂപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പൊടികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചേക്കണ കാരണമാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഉണ്ട്, നമ്മളതൊരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. നമ്മൾ മുമ്പ് ചിക്കൻ വേവിച്ചപ്പോൾ നമ്മൾ ചേർത്തത്, അതുകൊണ്ട് നമ്മൾ 1/4 ടീസ്പൂണേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നുള്ള ഗരം മസാലയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഉപ്പും നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ചേർത്തായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ലേശം ഉപ്പാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഒന്നുകൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾക്ക് നന്നായിട്ട് ഇതിലിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ ചിക്കനിൽ ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കണം. ആ മസാലയുടെയൊക്കെ ആ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി അതുപോലെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഇതിന് നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ. അതുപോലെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു കൂട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ മൂപ്പിച്ചെടുത്തുകൊണ്ടിരിക്കാൻ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചേക്കുന്ന, നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അതും കൂടി നമ്മൾ അതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലും നമ്മൾ ഉടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി നമ്മളിങ്ങനെ ഉടച്ചൊടിച്ചൊടിച്ചൊടിച്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്നും കൂടി ഇത് കിടന്ന് നന്നായിട്ട് മിക്സ് ആവട്ടെ. നമ്മൾ ഈ ചിക്കനും ഇതൊക്കെ ഇരിക്കുന്നതിൻ്റെ ഇതിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമ്മൾ ആ പൊട്ടറ്റയും കൂടി ഇതിലേക്ക് ഇട്ട് നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ട നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുകൂടി നമ്മളിതിലേക്ക് ഇടാൻ പോവുകയാണ്. അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കറിവേപ്പില നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മല്ലിയിലെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന് നല്ലൊരു സ്നാക്കാണിത്. അതുകൊണ്ട് അതും കൂടി അതിലേക്ക് ഇടുന്ന നന്നായിട്ട് മിക്സ് ആവട്ടെ. കണ്ടോ, ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൈ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മൾ ചൂടാറാൻ വെക്കുകയാണ് ഒരു 5 മിനിറ്റത്തേക്ക്. ഇത് നമുക്ക് കൈ പിടിക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. ചൂടൊക്കെ ഒരുമാതിരി ആറിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്കിത് ഉരുട്ടി മാറ്റി എടുത്ത് വെക്കണം. ആ ഒരു ഷേപ്പിൽ നമുക്കിത് ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും. ഈ ഒരു പരുവത്തിൽ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക. നമുക്ക് കൈ വെച്ചൊന്ന് പതിച്ച് ഇങ്ങനെ കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതിയാവും.
കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്കിതെല്ലാം ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കണം. നമുക്കിതുപോലെ എല്ലാ ആ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ഉരുട്ടി റെഡിയാക്കി നമ്മൾ വെച്ചേക്കുവാണ്. നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒരു മുട്ട ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ചിക്കി മിക്സ് ആക്കണം. നമ്മൾ ഈ ഷേപ്പിലാക്കി വെച്ചേക്കുന്ന ഈ കട്ട്ലേറ്റിൻ്റെ ഈ ഷേപ്പിൽ വെച്ചേക്കുന്നതെല്ലാം കൂടി നമ്മൾ ഈ മുട്ടയിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഒന്ന് തിരുമ്മി നമുക്ക് എടുക്കണം. ഒന്ന് ഇത് കൊള്ളിക്കണം. നമുക്ക് ഇതുപോലെ മുക്കിയെടുക്കുക മതിയാവും. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലേക്ക് നമുക്കിത് ഇതുപോലെ ഇതിലേക്ക് തന്നെ നമുക്ക് ഇതുപോലെ ഓരോന്നും നമുക്കിതുപോലെ മാറ്റി വെക്കണം. ഇതുപോലെ തന്നെ നമ്മളിതുപോലെ എല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ വെച്ചേക്കുവാണ്. നമുക്കിനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. പാത്രം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ കട്ട്ലേറ്റ് ഇല്ലേ, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കിടന്ന് നോക്കട്ടെ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു നല്ല അടിപൊളി സ്നാക്കാണ് ചിക്കൻ കട്ട്ലേറ്റ്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാണിത്. കട്ട്ലേറ്റൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഗോൾഡൻ കളറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നമുക്കിനി ഇത് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ ആ ഗോൾഡൻ കളറൊക്കെ കണ്ടോ? ഈ ഏകദേശം ഈ ഒരു ബ്രൗൺ കളർ പോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകാൻ ഇടയാവരുത്. നമ്മളിത് തീ കൂട്ടി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് വെച്ച് വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ ഇത് എണ്ണ കുടിച്ച് പോകുന്നതായിരിക്കും, ഉള്ളു വേകാതെ വരും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ കട്ട്ലേറ്റ് എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നല്ല ആ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കട്ട്ലേറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ മാറ്റി വെക്കണം. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇനിയും എൻ്റെ ഇതുപോലെ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.